നമസ്കാരം. ഇങ്ങനെ ഒരു ഗതികേട് ശത്രുക്കൾക്ക് പോലും വരരുതേ എന്നാണ് കോൺഗ്രസുകാർക്കിടയിലെ കൂട്ടപ്രാർത്ഥന. തരൂരിന്റെ നാവ് പൂട്ടാൻ കഴിയുന്നതൊക്കെ ചെയ്തു. എന്നിട്ടും മോദിയാണ് ശരിയെന്ന ഉറച്ച നിലപാടിൽ നിന്ന് ഓലപ്പടക്കമൊന്നും കണ്ടിട്ട് പിന്നിലേക്ക് പോകാൻ തരൂർ ഒരുക്കമല്ല. തരൂർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നു ഇത്തരത്തിൽ പറയുന്നതെങ്കിൽ, ന്യായവും വസ്തുതയുമാണെങ്കിലും പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിക്കുന്നതെങ്കിൽ എന്നേ പിടിച്ചു പുറത്താക്കി ശുദ്ധികലശം ചെയ്യുമായിരുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലാകും തരൂർ എന്ന വ്യക്തിയെയും അയാളുടെ നിലപാടുകളെയും കോൺഗ്രസ് എത്ര കണ്ട് ഭയക്കുന്നു എന്ന്. തരൂർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന കാലത്തിനെ നെഞ്ചിടിപ്പോടെ അല്ലാതെ കോൺഗ്രസിന് നോക്കിക്കാണാൻ കഴിയാത്ത ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് തരൂരിനെതിരെ ഇത്രയുമായിട്ടും ശബ്ദിക്കാൻ പോലും ആർക്കും ധൈര്യം പോരാത്തത്. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചും പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയും കോൺഗ്രസ് MP ശശി തരൂരിന്റെ പ്രതികരണങ്ങൾ തുടരുകയാണ്. 2047 ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിൽ ശശി തരൂർ നടത്തിയ പ്രസംഗമാണ് ഒടുവിൽ വിവാദമായിരിക്കുന്നത്. ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയ സമീപനങ്ങളിൽ നിന്ന് ഇന്ത്യ മാറിയെന്നും തരൂർ പറയുന്നു. ഉദാരവൽക്കരണത്തിലേക്കും ആഗോളവൽക്കരണത്തിലേക്കുമുള്ള ശാക്തീകരണം ഗുണകരമാണ്. മാറ്റം സാധ്യമായത് മികവുറ്റ നേതൃത്വത്തിന് കീഴിലാണ് എന്നും തരൂർ പ്രശംസിക്കുന്നു. പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ 78 വർഷങ്ങളിൽ നമ്മുടെ രാജ്യം പല പരിണാമങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ഫ്യൂഡൽ ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന ഇടത്തുനിന്ന് ആധുനികതയിലൂന്നിയ അവകാശ സമത്വമുള്ള ഒരു രാജ്യമായി നമ്മൾ മാറി. ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ നയങ്ങളിലേക്ക് നമ്മൾ കടന്നു. ചേരിചേരാ നയത്തിൽ നിന്ന് നമ്മൾ മാറി. മധ്യ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് BJPയുടെ ദേശീയതയിലൂന്നിയ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടന്നു. കരിഷ്മാറ്റിക് നേതൃത്വത്തിലേക്കും ശക്തമായ കേന്ദ്രീകൃത ഭരണത്തിലേക്കും മാറി. മറ്റ് രാജ്യങ്ങളിൽ ഒരുപക്ഷെ കലാപത്തിന് കാരണമായേക്കാവുന്ന സന്ദർഭങ്ങളെ ഇന്ത്യയിലെ ജനാധിപത്യം അവയൊന്നുമില്ലാതെ മനോഹരമായി ഉൾക്കൊണ്ടു. 2047 നോക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ഇന്ത്യക്കാരനും മാന്യമായ ഒരു ജീവിതം ജീവിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇപ്പോഴും 3 നേരം ഭക്ഷണം ലഭിക്കുന്നില്ല. കുടിവെള്ളം, ശുദ്ധജലം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. നമുക്ക് ഈ യാഥാർത്ഥ്യത്തെ അവഗണിക്കാൻ കഴിയില്ല. 129 മില്യൺ ഇന്ത്യക്കാർ ഇപ്പോഴും കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. വീടുകൾ ലഭിക്കാത്തവരുണ്ട്, കൃത്യമായ ഭക്ഷണം ലഭിക്കാത്തവരുണ്ട്. ഇവ ആഡംബരങ്ങളല്ല, അന്തസ്സും മാന്യതയും നിറഞ്ഞ ജീവിതത്തിന് അത്യാവശ്യമായി വേണ്ടതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കുന്നത് ആഗോള മാനദണ്ഡമായ 4 മുതൽ 5% താഴെ തുക മാത്രമാണ്. മറ്റ് ബ്രിക്സ് രാജ്യങ്ങൾ പോലും നമ്മളെക്കാൾ കൂടുതൽ മാറ്റിവെക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു ക്യാൻസർ വന്നാൽ പോലും കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ താളം തെറ്റും. കയ്യിലുള്ളതെല്ലാം വിൽക്കുകയാണ് എല്ലാവരും ആ സമയത്ത് ചെയ്യുക. ഇപ്പോഴും ഓരോ വർഷവും നിരവധി ജനങ്ങളാണ് ഇത്തരത്തിൽ ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്നത്. ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള പദ്ധതികൾ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഓരോ ഇന്ത്യക്കാരനും അയാളുടെ ചുറ്റുവട്ടത്തു തന്നെ അയാൾക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നും തരൂർ പറയുന്നു. 2047 നമ്മൾ ഉറപ്പാക്കേണ്ടത് അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ എല്ലാ ഇന്ത്യക്കാർക്കും ലഭ്യമാകുന്നു എന്നതാണെന്നും നമ്മളിപ്പോൾ എല്ലാ മേഖലയിലും മുന്നേറുകയാണ് എന്നും തരൂർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇപ്പോഴും പല ജനങ്ങളും പണ്ടത്തെ കാലത്താണ് ജീവിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ മാത്രമല്ല, സാമ്പത്തിക ശക്തി എന്ന നിലയിലും നമ്മൾ മാറേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് എത്ര കൃത്യമായാണ് തരൂർ മോദിയുടെ ഭരണ മികവിനെ എടുത്തു കാട്ടുന്നത് എന്ന്. കോൺഗ്രസുകാർക്ക് ഈ കഴിഞ്ഞ കാലങ്ങൾ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്തത് തരൂർ കുറഞ്ഞ കാലം കൊണ്ട് ചെയ്തു കാട്ടി എന്ന് തന്നെയാണ് തരൂർ പറഞ്ഞു വെച്ചത്. കോൺഗ്രസുകാർക്ക് എത്രയൊക്കെ കടന്നാക്രമിച്ചാലും ശരി, മോദിയാണ് ശരിയെന്ന് പ്രതിപക്ഷത്തിന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അതിന് പുറമേ നിന്ന് ഉയരുന്ന 1000 മുദ്രാവാക്യങ്ങളെക്കാൾ ശക്തിയും ഉറപ്പുമുണ്ടാകും.